ഈശ്വര രക്ഷിക്കണേ. ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇല്ലില്ല കേൾക്കുന്നില്ല. ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോടാ? ഉറച്ചു പറ, കേൾക്കുന്നില്ല. ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല കേൾക്കുന്നില്ല. എടാ എല്ലാം പറ. ഞാൻ ഉണ്ടായിരുന്നപ്പോ തൊട്ടുള്ള അവന്റെ ഡ്രഗ്സ്, സെക്സ്വൽ എല്ലാം A to Z സത്യം പറ. ഫസി വെയിറ്റ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്നും പറഞ്ഞില്ലേ മോശമല്ലടാ അത്. കള്ളും MDMA-യും എടാ ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കുടുങ്ങുന്നത്. എന്താ ഇത്? ജീരകമുണ്ട്, കല്ലുപ്പ്, സാധാ ഉപ്പ്, സ്റ്റാമ്പ് അറിയാം. എന്റെ ഉമ്മ ഇന്നലെ രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കള്ളും MDMA-യും എടാ ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കുടുങ്ങുന്നത്. പോലീസ് ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല. ദാ അങ്ങോട്ട് നോക്കൂ, എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്തതെന്ന് നോക്കൂ. പിന്നെ എന്ത് നിഷ്ക്രിയത്വമാണ് നിങ്ങൾ ആരോപിക്കുന്നത്? എന്റെ ഷാജഹാ മുത്തേ, ഈ കേരളത്തിലൊരു ആൺകുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ പേര് പറയണം. റാംബോ ഇറങ്ങി വന്ന് എന്താ ഞാൻ പറഞ്ഞു ഇവര് പുറത്തുണ്ടാ ഷമീര ഒരു സിഗരറ്റ് എടുത്താ, ഷമീര ഒരു സിഗരറ്റ് എടുത്താ. ഞാൻ വിചാരിച്ചു സീന് നടക്കാൻ പോവാണ് ഇവിടെ. എന്താ ഇനി കേരളം കത്തുന്ന സീൻ നടക്കാൻ പോവാ. ഷാജാൻ വെല്ലുവിളിച്ചിട്ട് ഇവിടെ വരികയാണ്. നമ്മളൊക്കെ മുന്നിലാ ഉള്ളത്. ഇവൻ എന്താ ചെയ്താ അറിയാ? സിഗരറ്റ് എടുത്തിട്ട് 2ാം നിലയിൽ പോയി. അവിടെ പോയിട്ട് ഞാൻ ബേക്കറോട് ഞാൻ വെച്ച് മുകളിൽ പോയിട്ട് എന്തെങ്കിലും കമ്പി എന്തെങ്കിലും എടുക്കാൻ പോകുന്നു. നോക്കുമ്പോണ്ട് അവിടെ ഒരു ബക്കറ്റ് തിരിച്ചിട്ട് ഞാൻ വെച്ച് ഇനിയിപ്പോ ബക്കറ്റ് എടുത്ത് അടിക്കാൻ പോകണം. ബക്കറ്റ് തിരിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് സിഗരറ്റ് വെച്ചിട്ട് ഞാൻ വെച്ച് എടാ റാംബോ എന്താ ചെയ്യണ്ടേ? All the dreams like tingle stars, the tingle stars like glowing gems, but the gems are floating like gems and sperm. എങ്കിലും ചെയ്. ഇപ്പൊ ആരും അനങ്ങല്ല, ആരും അനങ്ങല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് പറയാ പിറ്റേ ദിവസം പോയിട്ട് നീ അത് ഷാജാന് രാത്രി പറഞ്ഞ വീട് പൂട്ടിട്ടതിന് മുമ്പിൽ ആർക്കും വരാനാവും. അതേതാണ് മറ്റേതാണ്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തറില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മേഴുകത്തേ ഉള്ളൂ. എടാ എല്ലാം പറ. ഞാൻ ഉണ്ടായിരുന്നപ്പോ തൊട്ടുള്ള അവന്റെ ഡ്രഗ്സ്, സെക്സ്വൽ എല്ലാം A to Z സത്യം പറ. ഫസി വെയിറ്റ്. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ.